എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ആദ്യത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അയർലാൻഡിൽ വന്നതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാറുകൾ തപ്പാറുണ്ട്. അതിൽ നമുക്ക് മിക്കവാറും ഓപ്ഷൻസിൽ വരുന്നത് ജാപ്പനീസ് കാറുകളാണ്. ജാപ്പനീസ് കാറുകൾ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് 2 വർഷത്തെ NCT ആണ്. അപ്പോൾ ഈ 2 വർഷത്തെ NCT, അഗൈൻ 2 വർഷത്തെ NCT ഡിപ്പെൻഡ്സ് ഓൺ ദ മേക്ക് ആൻഡ് മോഡൽ. പിന്നെ അതേമാതിരി തന്നെ ഏത് വർഷത്തിലാണ്, അതായത് ഒരുപാട് പഴക്കമുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 വർഷം കിട്ടിക്കൊള്ളുന്നല്ലേ, 1 വർഷമാണ് കിട്ടുക. അപ്പോൾ ഈ 2 വർഷത്തെ NCTയുടെ ഉള്ളിൽ നമ്മൾ കാറ്, അതായത് കാറിന്റെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ ഓക്കെ, നമുക്ക് വേറെ പേടിക്കാനൊന്നുമില്ല എന്ന് വെച്ചിട്ടാണ് നമ്മൾ കാറ് വാങ്ങുന്നത്. നമ്മളുടെ കണ്ണിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു മെയിൻ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിന്റെ ടയേഴ്സ് ആണ്. കാറിന്റെ 4 ടയേഴ്സും ഇത് ജാപ്പനീസ് മേക്ക് ടയേഴ്സ് ആണെന്ന് ഉണ്ടെങ്കിൽ അത് നമ്മുടെ നിലത്തിൽ ഓടിക്കാൻ, അതായത് യൂറോപ്യൻ കൺട്രീസിൽ, അതായത് എസ്പെഷ്യലി അയർലാൻഡിലെ നിരത്തിൽ ഓടിക്കാൻ യോഗ്യമല്ല. മെയിൻ അബദ്ധം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് നോക്കാതെയാണ് കാറുകൾ വാങ്ങുക. NCT തരുന്ന, അതായത് NCT എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാറുകൾ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡീലേഴ്സ്, അതായത് ആരാണോ സെല്ലർ, ആ സെല്ലർ കാറിന്റെ NCTക്ക് വേണ്ടിയിട്ട് അവർ സെപ്പറേറ്റ്, അതായത് EU സ്റ്റാൻഡേർഡുള്ള മാർക്സ് ഉള്ള കാർ ടയേഴ്സ് അവർ ഫിറ്റ് ചെയ്തുകൊണ്ടാണ് അവർ NCTക്ക് പോകുന്നത്. ഇത് നമുക്ക് പലപ്പോഴും അറിയാത്ത കാര്യങ്ങളാണ്. സോ ഒരു ടയറിന് ഏകദേശം, അതായത് വളരെ വില കുറഞ്ഞ ഒരു ടയറിന്റെ റേറ്റ് ഡിപ്പെൻസ് ഓൺ ദ കാർ. സോ ഏകദേശം വരുന്നത് 80-90 യൂറോസ് ആണ്. സോ ഇപ്പോൾ അതായത് നിങ്ങൾ കാർ വാങ്ങുന്ന സെല്ലർ പറയാണ്, ഞാൻ ഇത്ര ഡിസ്കൗണ്ട് തരാം, അതായത് ഞാൻ ഒരു 500 യൂറോ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരാം, കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ഈ 500 യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 4 ടയറിന്റെയും കോസ്റ്റ് ഏകദേശം അത്ര വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 350 to 400 ജസ്റ്റ് ടയറിന്റെ കോസ്റ്റ് വരും. അതായത് EU സ്റ്റാൻഡേർഡിലെ ടയറിന്റെ, നല്ല ബ്രാൻഡഡ് ടയറിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനൊപ്പം ഏകദേശം 100 യൂറോ പെർ ടയറിന് 20-25 യൂറോ ആണ് ഇവിടുത്തെ ടയർ ഡീലേഴ്സ് ടയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത്. ടയർ ആൻഡ് ദെൻ ടയറിന്റെ ലെവലിംഗ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പോൾ വരുന്ന എന്താ പ്രശ്നം വെച്ചാൽ, 2 വർഷത്തിന് ശേഷം ഞാൻ NCT ചെയ്തപ്പോഴാണ് ഞാൻ ഇത് റെക്കഗ്നൈസ് ചെയ്തത്. EU സ്റ്റാൻഡേർഡിന് പറ്റിയ ടയേഴ്സ് അല്ല കാറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന, ജാപ്പാൻ മെയ്ഡ് ടയേഴ്സ് ആണ് കാറിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ EU സ്റ്റാൻഡേർഡിൽ ഓടിക്കാൻ പറ്റാവുന്നതല്ല, NCT ഫെയിൽ ആവും. സോ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് എൻ്റെ NCT ഞാൻ ഇതൊന്നും നോക്കാതെയാണ് ഞാൻ നേരിട്ട് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തത്. സോ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ഇതാണ് ഇഷ്യൂ എന്ന്. സോ അത് കഴിഞ്ഞിട്ട് ഞാൻ ടയേഴ്സ് സെർച്ച് ചെയ്യാൻ വേണ്ടി പോയി. അതായത് ഡിഫറെൻറ്റ് ഓപ്ഷൻസ്, ഇവിടുത്തെ ലോക്കൽ ഡീലേഴ്സിൻ്റെ അടുത്ത് ടയേഴ്സിൻ്റെ ഓപ്ഷൻസ് നോക്കാൻ ഞാൻ പോയായിരുന്നു. സോ ടയേഴ്സിൻ്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു ടോപ്പ് 10 ബ്രാൻഡിൽ ഒതുങ്ങാവുന്ന കമ്പനീസ് ആണ് നമ്മുടെ സെല്ലർ ലിസ്റ്റിൽ നമ്മൾ കാണാറുള്ളൂ, അതായത് കേരളം പോലുള്ള സ്ഥലത്ത്. പക്ഷെ ഇവിടെ ഏകദേശം 30-40 അതിനും മേലെയുള്ള ഡിഫറെന്റ് ടയർ ഡീലേഴ്സ്, അതായത് ടയർ കമ്പനീസ്, മേക്കിംഗ് കമ്പനീസ് തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ടോപ്പ് 10 ഇരിക്കുന്നത് ഒരു നല്ല, അതായത് നമുക്കറിയാവുന്ന ബ്രിസ്റ്റോൺ, പിന്നെ അതേമാതിരി തന്നെ ഡൺലപ്പ്, അപ്പോളോ, അങ്ങനെയുള്ള കുറച്ച് കാറ്റഗറീസ് ആണ് ടോപ്പ് 10, അതായത് ടോപ്പ് 15, ടോപ്പ് 20 ആ റേഞ്ചിൽ നിൽക്കുന്നത്. പക്ഷെ ഇവിടെ കുറേ ലോ ബ്രാൻഡഡ്, അതായത് ലോ മേക്ക് ഈ സ്റ്റാൻഡേർഡിലുള്ള ലോ ബ്രാൻഡഡ് ടയേഴ്സ് കുറെ അവൈലബിൾ ആണ്. സോ ഒരു ടയർ ലോക്കൽ ഷോപ്പിൽ പോയി ടയർ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറും ബേസിക് സാധാ മോഡൽ ഇട്ട് തരും. അപ്പോൾ നമ്മൾ, അതായത് ഈവൻ ഈ ലോ ബ്രാൻഡഡ് ടയേഴ്സിലും ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്ക് ഉണ്ടാവും. പക്ഷെ ബെറ്റർ നമ്മൾ ഒരു നല്ല ബ്രാൻഡഡ് ടയർ ഇടുന്നതായിരിക്കും നമ്മുടെ എന്താ പറയുക, സേഫ്റ്റിക്കും പിന്നെ അതേമാതിരി തന്നെ നമ്മുടെ ഡെയിലി യൂസ്, അതായത് റെഗുലർ യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല ബ്രാൻഡഡ് ടയേഴ്സ് ഇടുന്നതാണ് നല്ലത്. സോ ഞാൻ മാർക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ. എന്താണ് മാർക്ക്? സോ മാർക്ക് ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്കാണ്. ഇത് മിനിമം EU റിക്വയർമെന്റ് അല്ലാന്നുണ്ടെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഇക്കണോമിക് കമ്മീഷൻ ഓഫ് യൂറോപ്പിന്റെ ഒരു സ്റ്റാൻഡേർഡിൽ പെട്ടിട്ടുള്ള ഒരു ടയർ ആയിരിക്കണം എന്നുള്ള ഒരു റിക്വയർമെന്റ് അയർലാൻഡിലുണ്ട്. സോ മാർക്ക് ഇല്ലാത്ത ടയറാണ് നമ്മൾ വാങ്ങുന്നത് എങ്കിൽ അത് NCT ഫെയിൽ ആക്കും. അപ്പൊ നമ്മളുടെ കാറിന്റെ ടയർ ജാപ്പനീസ് മെയ്ഡ് ടയർ ആണെന്നുണ്ടെങ്കിൽ അതിലെന്തായാലും മാർക്ക് ഉണ്ടാവില്ല. കാരണം അത് ജപ്പാന്റെ റോഡിൽ നിരത്തിൽ ഓടാൻ കൺവീനിയന്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മേക്ക് ആൻഡ് മോഡലാണ്. സോ അത് കാറിനോട് അറ്റാച്ച് ചെയ്ത് വരുന്ന കാരണം കൊണ്ട് തന്നെ അവർ കാറിനോട് ചേർത്ത് തന്നെ നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് ചെയ്തതിനു ശേഷം NCTക്ക് വേണ്ടിയിട്ട് നമ്മുടെ സെല്ലറാണ്, ആക്ച്വലി ഡീലറോ സെല്ലറോ ബ്രോക്കറോ ആരോ സെല്ല് ചെയ്യുന്നത്, അവരാണ് അത് ചേഞ്ച് ചെയ്തിട്ട് EU സ്റ്റാൻഡേർഡിലേക്ക് ഇട്ടിട്ടാണ് NCT ചെയ്യേണ്ടത്. പക്ഷെ അവർ NCT ചെയ്യും, NCT കിട്ടുകയും ചെയ്യും. അതിനുശേഷം അവർ പഴയ ജപ്പാൻ ടയറിനിട്ട് നമുക്ക് കാർ വിൽക്കും.
നമ്മളത് ശ്രദ്ധിക്കില്ല. NCT വരുമ്പോഴാണ് നമ്മുടെ കണ്ണിൽ ഇതിപ്പോൾ എടുക്കുക, നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു ആക്ച്വലി ഒരു സ്കാമാണ്. ഇത് എന്നെ സംബന്ധിച്ചിടത്തൊരു സ്കാമാണ്. എൻ്റെ ഡീലർ ഇതേമാതിരി ഇങ്ങനെ ഒരു NCT ഫ്യൂച്ചറിൽ വരും, സോ ഈ ടയേഴ്സ് ജാപ്പനീസ് സ്റ്റാൻഡേർഡാണ്, യു മേ നീഡ് ടു ചേഞ്ച് ദ ടയർ, അങ്ങനെയൊന്നും എൻ്റെ ഡീലർ പറഞ്ഞില്ല. ഈവൻ എൻ്റെ ഞാൻ കാറ് മേടിച്ച ആള് ആക്ച്വലി ഒരു പഞ്ചാബിയാണ്, ഒരു ഇന്ത്യനാണ്. സോ ആള് എന്നോട് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഷെയർ ചെയ്തില്ല. ആള് കുറച്ച് ഡിസ്കൗണ്ട് തരാന്ന് പറഞ്ഞ് ഡിസ്കൗണ്ട് തന്നു, കാർ എനിക്ക് വിറ്റു, അത്രേ ഉള്ളൂ. ഒരുപാടില്ല. ഈവൻ ഞാൻ റീസെന്റ് പുള്ളിനെ ഞാൻ കോൺടാക്ട് ചെയ്തു, ഇതേമാതിരി എൻ്റെ കാറിന്റെ 4 ടയർ ചേഞ്ച് ചെയ്യണം, കാറിന് ഇങ്ങനെ NCT ഫെയിലായി. ആളൊന്നും പറഞ്ഞില്ല, വേറൊരു ഡീലറുടെ നമ്പർ ഒന്നും ഇതിൽ നിന്ന് കാറിന്റെ ടയർ മേടിക്കാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡീറ്റെയിൽ ഷെയർ ചെയ്തു, അത്രേ ആള് ചെയ്തുള്ളൂ. സോ മിക്കവാറും എല്ലാ ഇങ്ങനെയുള്ള ഈ ജാപ്പനീസ് ഇമ്പോർട്ട് കാർ വിൽക്കുന്ന സെല്ലേഴ്സും ചെയ്യുന്ന ഒരു സ്കാമാണ് ഇത്. ഈ അവര് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ കിട്ടിയ ആ ടയേഴ്സ് തന്നെ നമുക്ക് ഇട്ട് തന്നിട്ട് നമുക്ക് NCTയുടെ സമയം വരുമ്പോൾ നമുക്ക് ഇഷ്യൂസ് വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് പോയിന്റ് നമ്പർ 1. അപ്പോൾ രണ്ടാമത്തെ ടോപ്പിക്, അതായത് രണ്ടാമത്തെ പോയിന്റ് എന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എന്താ പറയുക, ഇങ്ങനൊരു ഇഷ്യൂ വന്നു, നമുക്ക് കാറിന്റെ ടയർ എന്തായാലും ചേഞ്ച് ചെയ്തേ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ ടയേഴ്സ് വാങ്ങി ആ ടയേഴ്സ് ഇട്ട് നമ്മുടെ സെല്ലർ ചെയ്ത അതേ കൂട്ടത്തിൽ തന്നെ നമുക്കും NCT ക്ലിയർ ചെയ്ത് അതിന് ശേഷം ആ ടയർ ഊരി വെച്ച് നമ്മുടെ ജപ്പാൻ ടയർ, ഓൾറെഡി ഉണ്ടായിരുന്ന ടയർ ഇട്ട് വീണ്ടും നിരത്തിൽ ഓടിക്കാം. പക്ഷേ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി തന്നെ ഇതേമാതിരി പുതിയ, അതായത് ഈ മാർക്കുള്ള ടയേഴ്സ് ഇതേമാതിരി രണ്ടിനെടുത്ത് നമ്മൾ നമ്മുടെ കാറിൽ ഇട്ടിട്ട് നമ്മൾ NCT പാസ്സാക്കി നമ്മുടെ പഴയ ടയറിനിട്ട് നമുക്ക് നിരത്തിൽ ഓടിക്കാം. സോ ഇങ്ങനെയുള്ള പലവിധ വഴികളും ഉണ്ട്. പക്ഷേ ഈ മാർക്ക്, അതായത് EU സ്റ്റാൻഡേർഡിലുള്ള ടയേഴ്സിന് ആക്ച്വലി സേഫ്റ്റിയാണ് മെയിൻ സംഭവം. നമ്മുടെ ഡിസിഷൻ ഇപ്പോൾ പുതിയ ടയേഴ്സ്, അതായത് നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല, നമ്മൾ പുതിയ ടയേഴ്സ് വാങ്ങാൻ പോവുകയാണ്. ആ സമയത്ത് നമ്മൾ കുറേ ഡീലേഴ്സിനെ വിളിക്കും, സ്വാഭാവികം. അല്ലാന്നുണ്ടെങ്കിൽ ലോക്കൽ ടയർ ഷോപ്സിൽ വിളിക്കും. ഇവരൊക്കെ നല്ല റേറ്റ് പറയും. ഞാൻ മുന്നേ പറഞ്ഞ കൂടുതൽ തന്നെ ചറ ബ്രാൻഡ്സ് ആണ് ഇവിടെ, ടയർ ബ്രാൻഡ്സ് ആണ്. ഇതിൽ ഏതാണ് ഹൈ ക്വാളിറ്റി ബ്രാൻഡ്, ഏതാണ് ലോ ക്വാളിറ്റി ബ്രാൻഡ്, ഗൂഗിൾ അടിച്ച് നോക്കാം. എന്തായാലും ഗൂഗിൾ നമുക്ക് ഡീറ്റെയിൽസ് കാണിച്ചു തരും, റിവ്യൂസും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ഗൂഗിൾ അടിച്ചിട്ട് തന്നെ നമ്മൾ ഇതേമാതിരി ടോപ്പ് 10 ബ്രാൻഡ്സ് നോക്കി അതിന്റെ വില എന്താണെന്ന് നമ്മുടെ ലോക്കൽ ടയർ ഷോപ്സിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ വമ്പൻ വിലയാണ് പറയാം. എക്സാമ്പിൾ ബ്രിഡ്സ്റ്റോണിന്റെ ഒരു ടയർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് €120 ആവും എന്നാണ് ടയറിന് മാത്രം, ഇൻസ്റ്റലേഷൻ ചാർജ് വേറെ. സോ ബ്രിഡ്സ്റ്റോണിന്റെ ടയേഴ്സ് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ 110 അല്ലെങ്കിൽ 100 to 110 ആ റേഞ്ചിൽ നമുക്ക് കിട്ടും. സോ എൻ്റെ സെക്കൻഡ് പോയിന്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഇന്ന് റിയലൈസ് ചെയ്ത് നിന്നാണ്. സോ ഓൺലൈനിൽ നമ്മൾ ടയേഴ്സ് നോക്കുമ്പോൾ ടയേഴ്സ് നമുക്ക് ഡിസ്കൗണ്ടിൽ കാണിക്കും, ഇത്ര ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ കാണിക്കും. നല്ല ബ്രാൻഡഡ് ടയേഴ്സ് ബ്രിഡ്സ്റ്റോണിന്റെയോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമ്പിൾ ഞാൻ ഇട്ട ടയർ ഡൺലോപ്പിന്റെ ആണ്, സോ ഡൺലോപ്പിന്റെ ടയർ അങ്ങനെയൊക്കെ കാണിക്കും. നല്ല, അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾ 3 ഏരിയാസ്, അതായത് ഫ്യൂൽ എക്കോണമി, പിന്നെ അതേമാതിരി തന്നെ വെറ്റിലുള്ള പെർഫോമൻസ്, ഡ്രൈ കണ്ടീഷനിലുള്ള പെർഫോമൻസ്, എല്ലാതും B റേറ്റിംഗ്, C റേറ്റിംഗ്, ആ കാറ്റഗറിയിലുള്ള നല്ല പെർഫോമൻസ് തരുന്ന ടയേഴ്സിന്റെ റേറ്റ് അടക്കം ഏകദേശം €80 അല്ലെങ്കിൽ €85 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഓൺലൈനിൽ കാണാൻ പറ്റും. പക്ഷേ എന്താണ് അതിലുള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടയേഴ്സ് ഒന്നും തന്നെ റീസെന്റ് മേക്സ് ആയിരിക്കില്ല. അതായത് 2024 അല്ലെങ്കിൽ 2023 കൂടെ ആയിരിക്കാൻ വഴിയില്ല. സോ 2 വർഷം പഴക്കമെത്തിയ ടയർ, അതായത് ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ആയിരിക്കും, പക്ഷേ അതിന്റെ മേക്ക് ഏകദേശം 1 വർഷമോ 2 വർഷം മുന്നേ ആയിരിക്കും. സോ അതിന്റെ അർത്ഥം ഈ ടയേഴ്സ് ഒന്നും പുതിയതല്ല, അതായത് ബ്രാൻഡ് ന്യൂ ആയിരിക്കും, പക്ഷേ സ്റ്റോക്കിലിരുന്ന പീസസ് ആയിരിക്കും ഇതൊക്കെ. സോ മാസ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ള, കമ്പനീസ് മാസ് പ്രൊഡക്ഷൻ ചെയ്ത് അവരവരുടെ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് സെല്ലാവാത്തത് ഐറ്റംസ് ഉണ്ടാവും. സോ അതാണ് നമുക്ക് മോർ ഡിസ്കൗണ്ട്സിൽ ഓൺലൈനിൽ കിട്ടുന്ന ടയേഴ്സ്. സോ നമ്മൾ ടയർ വാങ്ങുമ്പോൾ ഈ ടയർ വാങ്ങുമ്പോൾ ടയറിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കാണിക്കും, അതായത് ടയറിന്റെ ലെങ്ത്, വിഡ്ത്ത്, പിന്നെ ലോഡ് ഇൻഡെക്സ്, എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കാറിന്റെ കോമ്പാക്റ്റബിലിറ്റി അനുസരിച്ചിട്ടാണ് നമ്മൾ ഓൺലൈനിൽ ഏത് ടയറാണ് നോക്കേണ്ടതെന്നുള്ള റിക്വസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ വാങ്ങുന്നത്.
പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, ഏത് വർഷത്തെ മേക്കാണ് ഈ മോഡൽ എന്നുള്ളത് നമ്മളുടെ കണ്ണിൽ പെടാറില്ല. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിനാണ് ഇവർ ഇത്രയും ഡിസ്കൗണ്ട് നമുക്ക് ടയറിന്റെ മുകളിൽ തരുന്നത്? അതായത് ഷോപ്പിൽ ഇത്രയും പൈസ ഉള്ളപ്പോൾ ഓൺലൈനിൽ ഇത്രയും പൈസ കുറവിൽ നമുക്ക് എങ്ങനെയാണ് ടയേഴ്സ് കിട്ടുന്നത് എന്നതിനുള്ള ഉത്തരം നമുക്ക് കിട്ടും. സോ ഇതാണ് മേജർ ആയിട്ടുള്ള തിങ്. അപ്പോൾ നമ്മൾ കാറിന്റെ ടയേഴ്സ് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ, അതായത് ഈ പെർഫോമൻസ് എല്ലാം നോക്കണം, നല്ല ബ്രാൻഡഡ് ടയേഴ്സ് ആയിരിക്കണം, ഒപ്പം തന്നെ റീസെന്റ്ലി മേക്ക് ആയിട്ടുള്ള ടയർ ആണോ എന്നുകൂടെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അങ്ങനെ നിങ്ങൾ ചെക്ക് ചെയ്ത് വരുമ്പോൾ എന്തായാലും പ്രൈസ് അത്യാവശ്യം കൂടും. സോ എന്നെ സംബന്ധിച്ചിടത്തോളം 1 വർഷം പഴക്കം, അതായത് ബ്രാൻഡ് ന്യൂ ടയർ തന്നെ, പക്ഷെ മേക്ക് 2023 ആയാലും എനിക്ക് വലിയ കുഴപ്പമില്ല. കാരണം ഞാൻ ഷോപ്പിൽ നിന്ന് ഇത്രയും, അതായത് 110-120 യൂറോ കൊടുത്ത് ഞാൻ വാങ്ങുന്നതും 1 വർഷം പഴക്കമേ ഉള്ളൂ, പക്ഷെ ബ്രാൻഡ് ന്യൂ ആണ്. എന്നാലും പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ബ്രാൻഡ് ക്വാളിറ്റിയിലും അഡ്വാൻസ്ഡ് പെർഫോമൻസും ഉള്ള ഒരു ടയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അതേ വാങ്ങുള്ളൂ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പൈസ ഇവിടെ ലോക്കൽ ഷോപ്പിൽ ചിലവാക്കുന്നതും 1 വർഷം ബാക്കിലോട്ട് പോയാലും എനിക്ക് വലിയ ഇമ്പാക്ട് അതിൽ വരാൻ പോകുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടയേഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് ഫിറ്റ് ചെയ്യണം. സോ ഫിറ്റ് ചെയ്യുന്നത് എവിടെയാ? ഫിറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഈ ടയർ ഡീലേഴ്സിന്റെ, അതായത് ലോക്കൽ ഷോപ്പിലേക്ക് പോകണം. സോ ലോക്കൽ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അഗെയിൻ പെർ ടയർ വരുന്ന എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 യൂറോ, അതായത് 20-25 യൂറോ. ചില സ്ഥലങ്ങളിൽ അതിനും കുറയാറൊക്കെ ഉണ്ട്. സോ ജനറലി ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 20 യൂറോ ഇവർക്ക്, അതായത് ഓരോ ടയറും ടയർ ചേഞ്ച് ചെയ്യലും, പിന്നെ അതിനൊപ്പം തന്നെ അതിന്റെ അലൈൻമെന്റ്, വീലിന്റെ അലൈൻമെന്റ്, ജസ്റ്റ് വീലിന്റെ അലൈൻമെന്റ്, കാറിന്റെ അല്ല, അത് നോക്കാനും അവർക്ക് ടോട്ടൽ എമൗണ്ട് അത്ര വരും. പിന്നെ അതിന് ശേഷം ഒരു 5 യൂറോ എക്സ്ട്രാ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടയേഴ്സ് ഒന്നും പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഇവിടെ റീസോളിങ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഉണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ ധാരണയില്ല. സോ അത് ഈ ടയേഴ്സ് അവർക്ക് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഒരു 5 യൂറോ. സോ മൊത്തത്തിൽ 4 ടയർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഏകദേശം 100 യൂറോ. ചില സ്ഥലത്ത് അതിന് കുറയും, 80 യൂറോയിൽ ചെയ്യാം. പക്ഷെ മിനിമം 70 അറൗണ്ട് അത്രയും പൈസ വരും. സോ ഇത്രയൊക്കെയാണ് ഈ 2 കാര്യങ്ങൾ. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജാപ്പനീസ് കാറ് വാങ്ങുമ്പോൾ NCT നമുക്ക് കിട്ടും ഇനീഷ്യലി. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മൾ കാറിന്റെ എല്ലാ സർവീസ് ചെക്കും കാര്യങ്ങളൊക്കെ ചെയ്യും, നമ്മൾ ചെക്ക് ചെയ്യാതെ പോകുന്ന മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ടയേഴ്സ്. സോ ടയേഴ്സിൽ മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ആ സെല്ലറോട് ചോദിക്കണം, ഈ ടയർ കോമ്പാറ്റബിൾ അല്ല, ഈ ടയർ EU സ്റ്റാൻഡേർഡിലുള്ള ടയർ ഇട്ട് തരാൻ പറയണം. അവർ ഡിസ്കൗണ്ട് തരും എന്ന് പറയും. അതിന്റെ മെയിൻ കാരണം ചിലപ്പോൾ ഇതായിരിക്കാം, ഈ ടയർ ജപ്പാൻ ടയറാണ്, അത് കാരണം കൊണ്ട് അതിന്റെ മുകളിൽ അവർ പൈസ ലാഭിക്കുന്നതാണ്. ആരും നമുക്ക് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ, അതായത് അവർക്ക് നഷ്ടത്തിന് നമുക്ക് ഒരു സാധനം വിൽക്കില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഇതാണ് പറഞ്ഞത്, നമ്മൾ ഓൺലൈനിൽ നിന്ന് ടയർ മേടിക്കുമ്പോൾ ഏത് വർഷത്തിന്റെ മേക്കാണ് ആ ടയർ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളത് ശ്രദ്ധിക്കാണ്ട് കൂടുതൽ ഡിസ്കൗണ്ട് കണ്ട് സാധനം മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 വർഷം പഴക്കം, പുതിയതാണെന്നുണ്ടെങ്കിൽ പഴക്കമുള്ള ടയേഴ്സ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ്. ഈ 2 ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ ഇതിൽ ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എനിക്കറിയാവുന്നത് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതിനെക്കുറിച്ച് ഒരുപാട് ഞാൻ റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ്, അതായത് ഈ ഒരു സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോയിലുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.